പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ് ശ്രീ ജോർജ് പൂന്തോട്ടത്തിൻ്റെ വാക്കുകളാണ്. അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിന് എന്താണ് പറയുന്നതിനുള്ളത് എന്ന് കേട്ട ശേഷം ഉടൻ നമുക്ക് മടങ്ങി വരാം. ഞാൻ ചോദിച്ച ഈ കേരളത്തിലെ എത്ര സ്ത്രീകൾക്കെതിരെ ബലാത്സംഗ കേസുകളുടെ പരാതി ഉണ്ടായിട്ടുണ്ട്, ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിട്ടുണ്ട്, ബലാത്സംഗവുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. എത്ര സ്ത്രീകൾ ഈ പറയുന്ന കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നിരിക്കുന്നതിൽ എത്ര കേസ്, അതിലെത്ര കേസ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തു? ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടോ? സ്ത്രീക്കെതിരെ അതിനപ്പുറം ഇതിനകത്ത് എന്തുണ്ടെന്നാ ഞാൻ തിരിച്ചു ചോദിക്കുക. ആ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ലാതെ വേറെ എന്താ തിരിച്ചുള്ളത് ഇതിനകത്തുള്ള? ശബരിമല പ്രശ്നം മറയ്ക്കാനാണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുൻപേ രാഹുലിനെതിരെ പരാതി ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വന്നു. അന്നാണ് പാർട്ടി അടക്കം രാഹുലിനെ മാറ്റി നിർത്തുകയൊക്കെ ആരോപണം ഉണ്ടായി. അത് ശബരിമലയ്ക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വരുമല്ലേ? 26-ലെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സാഹചര്യത്തിനുള്ള അതിനുള്ള പിന്നണി ഗാനമാണിത്. ഇപ്പൊ തൽക്കാലം ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ പിന്നിൽ നടക്കുന്നതിന്റെ പേരിൽ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാതെ വന്നപ്പോ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞുള്ള ഒരു സംരംഭം മാത്രം. ഞാൻ രാഹുൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് എന്റേതായിട്ടൊന്നും പറഞ്ഞില്ലേ ഞാൻ. എനിക്കിപ്പോ എന്റേതായിട്ട് പറയാനുള്ളത് പിന്നെ നിയമ നടപടിയിലേക്ക് വരുമ്പോഴില്ല, അതപ്പം ഞാൻ പറയാം. അവിടെയുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. സ്വഭാവം എന്താണ്, എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത്? ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? മുഖ്യമന്ത്രിക്ക് DGPയുടെ പവറുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ? അത് അവിടെ അനുഭവസ്ഥരായ ആളുകൾ ഉള്ളതിൻ്റെ പേരിലാണോ അവിടെ കൊണ്ട് കൊടുത്തത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ കൊണ്ട് കൊടുത്തത്? അതറിയണ്ടേ? ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റും. സാധാരണ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം. ഈ പരാതി പോലീസിനെ ഫോർവേഡ് ചെയ്ത് അങ്ങനെ ഈ രാജ്യത്തുള്ള എല്ലാ ആ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണോ പരാതി കൊടുക്കുന്നത്? അങ്ങനെയല്ലേ? മുൻപും പല ഇതുപോലെ യുവതികൾക്കെതിരെയുള്ള അതിക്രമത്തിലൊക്കെ അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും അങ്ങനെ കൊടുത്ത വേറൊരു യുവതിയുടെ പേര് നിങ്ങൾ പറ. മുഖ്യമന്ത്രിക്ക് ധാരാളം പരാതികൾ മുൻപ് പോലീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടല്ലോ. അല്ല, എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഇപ്പോൾ മുമ്പൊരു പരാതി ഉണ്ടായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പരാതി അവിടെ വന്ന് മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച് അത് കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴിങ്ങനെ പരസ്യമായിട്ട് വന്നത്, രഹസ്യമായിട്ട് എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ വേടന്റെ കേസിൽ മുഖ്യമന്ത്രിക്കായിരുന്നല്ലോ പരാതി അയച്ചത്. പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് പരാതി അയച്ചത് ആയിരിക്കും. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷനാണ് എന്ന് ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും, അതാദ്യം അവിടെയല്ലല്ലോ എത്തേണ്ടത്. നമ്മുടെ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലി പോയി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനാണ്. പരാതിയുള്ള ആളുകൾ ജീവിക്കുന്ന, താമസിക്കുന്ന അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത്. ഇതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ? ഓൾ ത്രൂ അതല്ലേ. ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അസ്വാഭാവികത അതല്ലേ. എന്താ പരാതി? പീഡിപ്പിച്ചു എന്നുള്ളതാണോ? ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണോ? അബോർഷൻ നടത്തി എന്നുള്ളതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും പേരില്ലേ? നിങ്ങളൊക്കെ ഇതുമായി ഈ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ. എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ? പുറത്തു വന്ന ഈ വാട്സപ്പ് ചാറ്റുകളൊക്കെ വെച്ച് കൊണ്ടാണെങ്കിൽ
ഗർഭിണിയാക്കി അത് ഗർഭവലസിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ വാട്സപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെതാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ആദ്യം വിട്ടു, രാഹുലിൻ്റെതാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവർ പറയുന്നു, ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ ഇതൊന്നും ആരുടെയൊന്നും ക്രോസ് വെരിഫൈ ചെയ്യണ്ടേ? രാഹുൽ പക്ഷേ ഇതുവരെ പറയുന്നില്ല രാഹുലിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ ചോദിച്ചു. നോനോ, ഇത് പുറത്ത് വിടുന്നതിന് മുമ്പ്. അല്ല, ഈ ശബ്ദം പുറത്തു വന്നതിന് ശേഷം. പുറത്ത് വന്നതിന് ശേഷമാണ്. ഇപ്പം ഞാൻ ബില്ലിനെതിരെ ഒരു ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ, ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട്, അതാണോ എന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത്. അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത്. നാടകം തന്നെ. ഇതിപ്പം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടുകൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട സമയമായിട്ടില്ല എനിക്ക്. രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കുന്നതിന് മാത്രമുള്ള രാജ്യത്തെ എത്രയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത്. എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളെ, ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ടെങ്കിൽ കൃത്യമായിട്ടും രാഹുൽ മുൻകൂർ ജാമ്യത്തിന് പോയാൽ അത് ലഭിക്കും. കാരണം ഇത് കൃത്യമായും കോടതിയിൽ തെളിയിക്കുവാൻ പറ്റും. ഇടത് സർക്കാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തിൻ്റെ കള്ളപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലും കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഒരു പരിണിത ഫലമാണ് ഈ കള്ളപ്പരാതിയും ഈ നാടകവും എന്ന് കൃത്യമായും അഭിഭാഷകന് കോടതിയിൽ തെളിയിക്കുവാൻ സാധിക്കും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇവർ കാണിച്ച മണ്ടത്തരമാണ്. ഈ പരാതിക്കാരി തനിക്ക് ഇത്രയും ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു പറയുമ്പോൾ പോലും അവർ നാളിതുവരെ ഇവിടെയുള്ള ഒരു നിയമ സംവിധാനത്തെയും സമീപിക്കാതെ, ഒരു പോലീസ് സംവിധാനത്തെയും സമീപിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കൃത്യമായി അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്ത് കൃത്യം 4:30 എത്തുമെന്ന് പറഞ്ഞ് സഹോദരനോടൊപ്പം പോയി ഈ നടത്തിയ തിരക്കഥയനുസരിച്ച് ഇവർ തയ്യാറാക്കി കൊടുത്ത, അതായത് രാഹുലിനെതിരെ ഏതൊക്കെ വകുപ്പുകൾ ഇടണമെന്ന് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ആ വകുപ്പുകൾ ഇടാൻ തക്ക വിധത്തിലുള്ള ഒരു പരാതി ഇവരുടെ വക്കീലിനെയും കൊണ്ട് തയ്യാറാക്കി കൊടുത്തുവിടുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൃത്യമായ ധാരണയും പദ്ധതിയും അനുസരിച്ച് ഇവർ തയ്യാറാക്കിയ ആ പരാതി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച് ഇവരെ സേഫാക്കിയ ശേഷം ഇവർ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. മുഖ്യമന്ത്രിക്ക് ഇതാ പരാതി കിട്ടി. എത്ര കൃത്യമായ ആസൂത്രണവും നാടകവുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണക്കാരന്മാരായ മണ്ടന്മാരായ നമുക്കിത് മനസ്സിലാകുമെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത് മനസ്സിലാവില്ലേ? ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നാടകമാണ് എന്ന് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വക്കീലിന് ഇത് കോടതിയിൽ തെളിയിക്കുവാൻ സാധിക്കും. കാരണം ഓർക്കുക, ഇപ്രകാരം ഒരു വിഷയമുണ്ടായി. ഇത് പണ്ടൊക്കെ ഈ സിനിമാ കൊട്ടകളിൽ തുണ്ടിടുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ പറയുന്ന സമയങ്ങളിൽ പണ്ടൊക്കെ ഈ പ്രോൺ വീഡിയോസ് ഒക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ ആശ്രയിച്ചിരുന്നത് ഈ സിനിമാ കൊട്ടകയിൽ പോയി ഇപ്രകാരം പടങ്ങൾ കാണാൻ പോകും. അന്നേരം ഇടയ്ക്ക് ആളുകൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ കണ്ടില്ലെങ്കിൽ കൂവുകയും കാറാനും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഈ തയ്യാറാക്കിക്കുന്ന ഇത്തരം ചില ബിറ്റുകൾ ഇട്ടുകൊടുക്കും. ഇത് കാണുമ്പോൾ ഇവന്മാർ ആശ്വാസത്തോടെ ഇരിക്കും എന്ന് പറയുന്നത് പോലെ ഈ തുണ്ടുകൾ ഈ ഇടതുപക്ഷവും ഇവന്മാരും ഈ പൊളിറ്റിക്കൽ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയ തുണ്ടുകളാണിത്. ആ തുണ്ടുകളിട്ട് കഴിഞ്ഞ 3 മാസക്കാലം കേരളത്തിലെ നിയമവ്യവസ്ഥയെയും നിയമവാഴ്ചയെയും പോലീസ് സംവിധാനങ്ങളെയും ഇവർ വെല്ലുവിളിക്കുകയായിരുന്നു എന്ന് കോടതിയിൽ സ്ഥാപിക്കാൻ പറ്റും. ഓർക്കുക, ഇവർ ചെയ്തത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഇവർ ഇത്രകാലം ഒരു ആവലാതിക്കാരി പരാതിക്കാരി ആയിരുന്നുവെങ്കിൽ, ഒരു ഇരയായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം നാടകം കളിക്കാൻ നിൽക്കത്തില്ല. ഇവർ ഒരു കാരണവശാലും രാഷ്ട്രീയ ചട്ടുകം വെച്ച് അവർ രാഷ്ട്രീയക്കാരുടെ ചട്ടുകമാകത്തില്ല.
അവർ ഒരു കാരണവശാലും തൻ്റെ ആ പഴയ പാർട്ണറെ ഇതുപോലെ തേജോവധം ചെയ്യുവാൻ നിന്നു കൊടുക്കത്തില്ല. ഇത് കൃത്യമായ ഒരു ഹണി ട്രാപ്പായിരുന്നു. ഇത് ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള, ഇതൊരു മൾട്ടി ഡയമെൻഷണൽ ലക്ഷ്യത്തോടെയുള്ള ഒരു ചതിവായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് നടത്തിയ ഒരു നാടകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാടകം നടക്കുമ്പോൾ ഈ നാടകത്തിന്റെ പിന്നിൽ മറ്റൊരു നാടകം നടന്നത് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ഈ നെട്ടൂർ കേക്കച്ചൻ എന്ന് പറയുന്ന നാണം കെട്ടവൻ ഉണ്ടാക്കിയ ഒരു തേൻകണിയായിരുന്നു ഇത് ആ തേൻകണിക്കാരൻ ഇത് മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലിലൂടെ ഇത് പുറത്തുവിട്ടിന്റെ വിശ്വാസ്യതയില്ലാതായി. ഇത് ജനങ്ങൾ ഇതിനെ പുറംകാലം കൊണ്ട് അടിച്ചു കളഞ്ഞപ്പോൾ ഇവൻ ചൂസ് ചെയ്ത സമയം നോക്കുക. ഇടതുപക്ഷത്തിന് ഈ വിഷയം അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു അവസരത്തിൽ, കാരണം ശബരിമല വിഷയത്തിൽ അവരുടെ മുഖം സേവിയേണ്ടതായ ഒരു അത്യാവശ്യ ഘട്ടമാണ്. ശബരിമല കൊള്ളയിൽ നിന്നും മുഖം രക്ഷിക്കുവാൻ പറ്റാവുന്ന, ഇന്ന് കേരളത്തിൽ ഏൽക്കാവുന്ന ഇത്രയും പ്രിയങ്കരനായ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ ഹീറോയായ രാഹുലിനെതിരെ ഇപ്രകാരം ഒരു ആരോപണം നടത്തിയാൽ സകല ജനങ്ങളുടെയും, ഇന്നിപ്പോൾ സമയം ഇത്രയുമായി, എത്ര ലക്ഷം ആളുകളാണ് ഇത് ലോകമെമ്പാടും ഇത് എല്ലാ മാധ്യമങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. ഇതുപോലെ ഈ ഒരു വിഷയം ആളിക്കത്തിച്ചാൽ ഇത് ഇടതുപക്ഷത്തിന് സഹായകരമാകും, ഇത് ആ ജനശ്രദ്ധ തിരിക്കാൻ സഹായകമാകും. അതുകൊണ്ട് ഇത് ഇടത് സർക്കാർ ഇതിനെ നന്നായി ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ താരകേശന്റെ ആ കേക്കച്ചൻ ഈ സാധനം ഇട്ടുകൊടുത്തത്. ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇടതുപക്ഷം അതിനെ ഏറ്റെടുത്തു, അവർ സമർത്ഥമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ഇരയ്ക്ക് എന്താണ് അവർക്ക് ലഭിച്ച സാമ്പത്തിക ലാഭം, അവർ എന്തുകൊണ്ടാണ് ഇവർ ഈ പണിക്ക് ഇറങ്ങിയത് എന്ന് അതിനെക്കുറിച്ചാണ് ശക്തമായ അന്വേഷണം നടത്തേണ്ടത്. അതുകൊണ്ട് കോടതിയിൽ ഇത് സ്ഥാപിക്കാൻ പറ്റും. കോടതി സ്വാഭാവികമായും ഇവരോട് ചോദിക്കേണ്ടുന്ന ചോദ്യം, മുഖ്യമന്ത്രി ആരാണ്? ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത വെറും ഒരു രാഷ്ട്രീയക്കാരൻ, ഇന്ന് വന്ന് നാളെ ഇറങ്ങിപ്പോകുന്നവൻ, ഭരണഘടനാപരമായി ഇദ്ദേഹത്തിന് ഇത്തരം ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുവാൻ എന്ത് പദവിയാണ് ഉള്ളത് എന്ന് ചോദിക്കണം. ഇദ്ദേഹത്തിന് ഒരു സബ് ഇൻസ്പെക്ടറുടെ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചുമതലയുണ്ടോ? അല്ലെങ്കിൽ പവറുണ്ടോ? ഒരു DGPയുടെ പോർട്ട്ഫോളിയോ ഉണ്ടോ? ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി എന്ത് പദവിയാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുവാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഗൂഢാലോചന നടത്തി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും പൊളിറ്റിക്കൽ സെക്രട്ടറിമാരും മുഖ്യമന്ത്രിയും ചേർന്ന് പറഞ്ഞു കൊടുത്ത ഒരു തിരക്കഥ ആണ് ഇത് എന്ന് കോടതിയിൽ പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെ നിരസിക്കാൻ പറ്റും? എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ ഇവർക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? അതുകൊണ്ട് ഇത് പാളിപ്പോയ തിരക്കഥയാണ്. കോടതിയിൽ നാണം കെടുവാൻ സാധ്യതയുള്ള ഒരു തിരക്കഥയാണ്. ഇത്രയും സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഇതിൻ്റെ സത്യം ഇതുപോലെ അറിയാമെന്നിരിക്കെ ഈ കേസിൽ രാഹുലിനെ വീണ്ടും ക്രൂശിക്കപ്പെട്ടാൽ, കോടതിയുടെ ഭാഗത്തു നിന്നും രാഹുലിന് നീതി ലഭിച്ചില്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇവിടെ എന്തിനേയും വിലക്കെടുക്കുന്ന ഈ രാഷ്ട്രീയക്കാരന്മാർ, എന്തിനേയും മാനിപ്പുലേറ്റ് ചെയ്യുവാൻ കഴിവുള്ള ഈ രാഷ്ട്രീയക്കാരന്മാരുള്ള സ്ഥിതിക്ക് രാഹുലിന് നീതി ലഭിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എല്ലാവരും ചിന്തിക്കുക. അതുകൊണ്ട് ജനങ്ങളുടെ അവസാന ആശ്രയമായ, പ്രത്യേകിച്ച് ഇവിടെ നീതി പുലരണം, ഇവിടെ സംശുദ്ധമായ രാഷ്ട്രീയം ഉണ്ടാവണം, ജനാധിപത്യം പുലരണം എന്നാഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും സാധാരണക്കാരായ ജനങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണം എന്താണ്? രാഹുലിന് ഒരാളുടെ ഭാഗത്തു നിന്നും, സ്വന്തം പാർട്ടി ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കൂടെ ചങ്ക് പോലെ നടന്നവന്മാരുടെ പോലും ഒരു സപ്പോർട്ടില്ലാതെ നിൽക്കുന്ന ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തിൽ എങ്ങനെ നിരീക്ഷണം നടത്തും എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. ഇതുപോലെ നിയമം കയ്യിലെടുത്ത് കഴിഞ്ഞ 3 മാസക്കാലമായി ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഇത് രാഹുലിൻ്റെ ആണെന്ന് ഇതുവരെ തിരിച്ചറിയപ്പെട്ടിട്ടില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ ബോധ്യത്തിലാണ് ഇത് രാഹുലിൻ്റെ ശബ്ദരേഖ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ആ വ്യക്തിയോട് ഇത് ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഫാക്ട് അവർ ചെക്ക് ചെയ്തിട്ടില്ല. നാളെ ഇത് അല്ല എന്ന് തെളിഞ്ഞാൽ ഇവർക്ക് എന്ത് പറയുവാൻ പറ്റും? അപ്രകാരം യാതൊരു തെളിവോ അടിസ്ഥാനമോ, ഇന്നാണ് രേഖാമൂലം ഒരു പരാതിക്കാരി പോലും വന്നത്.
അപ്രകാരം ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 3 മാസക്കാലമായി ഇയാളെ കൊല്ലാതെ കൊന്ന, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർത്ത, അദ്ദേഹം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജനാധിപത്യമായ രീതിയിൽ ഏറ്റവും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നേടിയെടുത്ത ആ വിജയത്തെ പോലും നള്ളിഫൈ ചെയ്ത് കളയുന്ന രീതിയിലുള്ള വ്യക്തിഹത്യയ്ക്ക് വിധേയനായ, ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയനായ യഥാർത്ഥ ഇര എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുകൊണ്ട് രാഹുലിന് സത്യമേവ ജയതേ എന്ന് വിശ്വസിക്കുന്ന ആ വാക്കുകളിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഏക പ്രതീക്ഷ ബഹുമാനപ്പെട്ട കോടതിയിൽ മാത്രമാണ്. അതുകൊണ്ട് രാഹുലിന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും എത്രയും വേഗം ഈ ഒരു വിഷയം, അദ്ദേഹത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വന്നാൽ ബഹുമാനപ്പെട്ട കോടതി അത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ വെറും ആഗ്രഹമാണ്. അപ്രകാരം നീതി നിഷേധിക്കപ്പെട്ടവന് ഒരു നീതിയുടെ സഹായം ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ വിശ്വസിക്കുന്നു. ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയമായി എടുത്തലക്കുന്ന ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും പരിശോധിച്ചാൽ മനസ്സിലാകും ഇത്തരത്തിലുള്ള ഒരു അവസരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതും മുൻ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അതിൻ്റെ ഒരു ഇരയായിരുന്നു. വീണ്ടും ഇതുപോലെ ഒരു ഇര ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതുപോലൊരു അബദ്ധം ഇവിടുത്തെ സംവിധാനങ്ങൾക്കുണ്ടാവാൻ പാടില്ല. അവസാനം ഒരു ഒറ്റ ലൈൻ വിധിയിൽ ഇതിൽ കഴമ്പില്ല എന്ന് വിധിക്കുന്ന ഒരു കാലം വരുമ്പോൾ ആ യുവാവിൻ്റെ, ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വൈകി എത്തുന്ന നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നിരീക്ഷണം രാഹുൽ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഷാഫി പറമ്പിലിൻ്റെ കൂടെ നടന്ന, ചങ്കായി നടന്ന ഷാഫിയെങ്കിലും ഈ വിഷയത്തിൽ രാഹുലിനോടൊപ്പം നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ആ ഷാഫി പറമ്പിൽ തൻ്റെ ഭാവിയെ ഓർത്താണോ, അതോ കേക്കച്ചനെ പേടിച്ചാണോ, അതോ പാലക്കാട് ഇവൻ വീണ്ടും വേരിറക്കിയാൽ തനിക്ക് പണിയാകുമെന്ന് കരുതിയാണോ, ഒന്നും അറിയില്ല. ആ സന്തത സഹചാരിയായി നടന്ന ആ ഷാഫി ഗുണവും മണവുമില്ലാതെ എങ്ങും തൊടാതെ നിന്ന് പറയുന്ന വാക്കുകൾ കേട്ട ശേഷം മടങ്ങി വരാം. അല്ല, നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. അതെ, ഇപ്പം പരാതി ഉണ്ടെങ്കിൽ, പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ നിയമപരമായ ഒരു പ്രൊസീജിയറിനെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. സർക്കാർ പരാതിക്കനുസരിച്ച് നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ. ബാക്കി പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് പറയും. നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ ഭരണകൂടവും ആ ഭരണകൂടത്തിലെ കള്ളപ്പണക്കാരന്മാരുടെ ഫണ്ടിങ്ങോടുകൂടി നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തും എങ്ങനെയും മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന വസ്തുതയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നു. അതുപോലെ ഈ ഇടതുപക്ഷത്തെ ഏറ്റവും പ്രമുഖന്റെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ആ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാർ ബാർക്ക് ആ റേറ്റിംഗ് വില കൊടുത്ത് മേടിക്കുവാൻ ശ്രമിച്ചു, മാറ്റിമറിക്കുവാൻ ശ്രമിച്ചു എന്ന ആ വാർത്ത അവന്മാരുടെ നട്ടല് തകർക്കുന്ന തരത്തിലുള്ള, അവരുടെ വിശ്വാസത തകർക്കുന്ന ആ വെളിപ്പെടുത്തൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ മുക്കുവാൻ, അങ്ങനെ ഈ രണ്ട് സുപ്രധാന വിഷയങ്ങളും അപ്രധാനമാക്കുവാൻ വേണ്ടി രാഹുലിൻ്റെ വിഷയം അവർ ഇന്നെടുത്ത് അലക്കിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്ന് ഓർത്തു നോക്കുക, ഒരു ഭരണകൂടവും അവരുടെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കുന്ന ഒരു മാധ്യമങ്ങളും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര മാധ്യമങ്ങളാണ് ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കള്ളപ്പണക്കാരന്മാരുടെ ഇവരുടെ കള്ളപ്പണം ഉപയോഗിച്ച് മാധ്യമങ്ങൾ 4-5 മാധ്യമങ്ങൾ 1, 2, 3, 4, 5 സ്ഥാനങ്ങൾ നിർത്തുന്നു. ഇവർ വ്യാജ വാർത്ത പടച്ചുവിടുന്നു. ഇവരുടെ പിന്നിൽ നിൽക്കുന്ന സകല മാധ്യമങ്ങളും അത് ഏറ്റുപാടുന്നു. അങ്ങനെ ഒരു ഗീബൽസിൻ തന്ത്രമാണ് ഇവർ പ്രയോഗിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയെങ്കിലും ഇത് മനസ്സിലാക്കണം. ഇത് വലിയ ആശയക്കുഴപ്പമാണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്നത്. ഈ ഭരണകൂടവും ഈ മാധ്യമ സിൻഡിക്കേറ്റുകളും കൂടി ജനങ്ങളുടെ കാഴ്ചയെ മറയ്ക്കുകയാണ്. അത് നീതിപീഠത്തിൻ്റെ കാഴ്ചയെ മറയ്ക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത്. അപ്രകാരം സംഭവിച്ചാൽ ഇവിടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ തന്നെ ഇളകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എത്രയും വേഗം ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ എത്രയും വേഗം അടിയന്തരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തണം, ശക്തമായ നിരീക്ഷണം നടത്തണം. ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം
ഇത് കൃത്യമായ പൊളിറ്റിക്കൽ മോട്ടീവോടുകൂടി ഇത് കോൺഗ്രസിലെ ഈ നെട്ടൂർ കേക്കച്ചൻ എന്ന കളങ്കിതനായ ഒരു 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 വൃത്തികെട്ടവൻ, അവൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞ അവൻ്റെ ആ മുഖ്യമന്ത്രി കസേര മോഹിയായ അവൻ ഈ പാർട്ടിയെ കുളം തോണ്ടുവാൻ, ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കുവാൻ, സരിതാ കേസിൽ കുടുക്കി ഇല്ലാതാക്കുവാൻ ശ്രമിച്ച അവൻ തന്നെ ഇപ്പോൾ ഇതാ പിണറായി വിജയന് തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി അവർക്കൊരു ശബരിമല വിഷയത്തിൽ തട്ടുകേടുണ്ടാകും എന്ന് കണ്ട് കൃത്യമായി ഈ സമയത്ത് തന്നെ ഈ വിഷയം ഇട്ടുകൊടുത്തിട്ട് അവൻ പമ്മി മാളത്തിൽ കയറി നിൽക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. രാഹുലിനൊന്നും സംഭവിക്കില്ല. രാഹുലിനെതിരെ പോലീസ് നാളെ നേരം പുലരുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തു വെക്കുക. നാളെ നിങ്ങൾ നേരം വെളുക്കുമ്പോൾ ഓർക്കാൻ പോകുന്നത്, ഇന്ന് പത്രമാധ്യമങ്ങൾ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായും ഇവരുടെ കിങ്കരന്മാർ എല്ലാ പത്രമാധ്യമ സ്ഥാപനങ്ങൾക്കും ആ BNSന്റെ വകുപ്പ് ഇട്ടിട്ടുണ്ടാവും. നാളത്തെ തലക്കെട്ട് രാഹുലായിരിക്കും. രാഹുലിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ, ഈ മാപ്രകൾ നാളെ ലീഡ് സ്റ്റോറിയായിട്ട് കൊടുക്കാൻ പോകുന്നത് രാഹുലിനെതിരെ അപ്രകാരമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തി രാഹുൽ ഉടൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്നായിരിക്കും. പിന്നീട് രാഹുലിന് വേണ്ടിയുള്ള പോലീസിന്റെ പരക്കം പാച്ചിലും ഓട്ടവും, രാഹുൽ അവിടെയുണ്ട്, രാഹുൽ ഇവിടെയുണ്ട്, രാഹുലിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്, ഓഫീസ് തുറന്നിട്ടില്ല, വീട് പൂട്ടിയിട്ട നിലയിലാണ്, ഊമക്കത്ത് കിട്ടി അവിടെ വിളിച്ചു, ഇങ്ങനെയുള്ള കഥകളെല്ലാം നാളെ പരക്കും. ഇതിൻ്റെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് വരാൻ പോകുന്ന വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ, ഈ ദിനങ്ങളിൽ രാഹുൽ വിഷയം നിറഞ്ഞു നിൽക്കും. തിങ്കളാഴ്ച വരുമ്പോൾ കോടതിയിൽ ഈ വിഷയം എത്തിക്കഴിയുമ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പരമാവധി ദിവസം, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേന്ന് വരെ പരമാവധി ഇതിനെ ആളിക്കത്തിക്കാൻ കൊണ്ടുപോയാൽ പറ്റിയാൽ ഇവർ നോക്കുന്നത് രാഹുലിനെ എങ്ങനെയെങ്കിലും ആ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിവന്മാർക്ക് പൊളിറ്റിക്കലി നേട്ടമുണ്ടാക്കാമെന്ന് കരുതി ഈ വിഷയം പരമാവധി അത്രത്തോളം വലിച്ചു നീട്ടിക്കൊണ്ടുപോകും. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി അതിന് അവസരമുണ്ടാക്കരുത്. ഇത്തരം ദുഷ്ടലാക്കോടുകൂടിയുള്ള പൊളിറ്റിക്കൽ വെഞ്ചിയൻസിൻ്റെ ഒരു അവസരം ഉണ്ടാക്കരുത്. ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് രാഹുലിന് നീതി കൊടുക്കണം. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഈ വിഷയം കൃത്യമായി വിസ്തരിക്കപ്പെട്ടാൽ ഇതിൻ്റെ പിന്നിലുള്ള സകല ഉപജാപക കഥകളും തരികടകളും പുറത്തു വരും. ഇനി ഒരു പ്രേക്ഷകന്റെ ജോസഫിന്റെ ഒരു ചെറിയ പ്രതികരണം കഴിഞ്ഞ ശേഷം ഉടനെ തിരികെ വരാം. ഓരോരുത്തർ മാറി മാറി കീറുന്ന കണ്ടോ? മുടൻ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. പെണ്ണ് പീടിയൻ ഗണേശനും കൊല്ലത്തുകാരനും ഒക്കെ അവിടെ കിടന്ന് പിണറായി വിജയന്റെ സെക്രട്ടറി ഒക്കെ അവിടെ അകത്തിരുന്ന് ആ ഉന്നത നിലയിലിരിക്കുന്നു. അവർക്കാർക്കും ഒരു കുഴപ്പമില്ലയോ? മാങ്കൂട്ടത്തിനെ ചരിതയെ പോലെ എടുത്ത് ഇറക്കിയിരിക്കുക. അവൾക്ക് എത്ര കോടി കൊടുത്തിട്ട് അവനെ കൊണ്ട് എഴുതി വാങ്ങിച്ചിരിക്കുന്നറിയോ? എത്ര കോടി രൂപ. ഇവിടെ ഓരോ ബലാത്സംഗങ്ങൾ ഉണ്ടാകുമ്പോഴും സ്ത്രീപീഡനങ്ങൾ ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ആലോചന നടത്തിയ ശേഷമാണോ പരാതി കൊടുക്കുന്നത്? ഇത് നല്ലൊരു കീഴ്വഴക്കമാണോ? ഇത് ചിലർക്ക് മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രിവിലേജഡ് ആകുന്നു? ഇതിന്റെ ലക്ഷ്യം എന്താണ്? അന്നേരം അതുകൊണ്ടാണ് ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ്, പ്രീ മെഡിറ്റേറ്റഡ്, പ്രീ പ്ലാൻഡ് കോൺസ്പിറസി ആണ്. ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ക്രിമിനൽ ഇന്റിമിഡേഷൻ ഉണ്ട്. കോടികളുടെ പണം കൈപ്പറ്റി ഉള്ള ഒരു ഹണി ട്രാപ്പാണ് ഇത് എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത് മനസ്സിലാവും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.